അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം നമ്മളിവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് നമ്മള് മത്താപ്പ് കത്തിക്കാൻ പോവാണ്. ഹായ് ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ബാച്ചലർ ഓഫ് അരിയപ്പ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളെ ഇന്ന് ജനുവരി 1-ാം തീയതി, നമ്മൾ ഇന്ന് 31-ാം തീയതി രാത്രി നിങ്ങൾ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 2-ാം തീയതി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ 1-ാം തീയതി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്നായിക്കോട്ടെ. നമ്മൾ ഇന്ന് തുടങ്ങുവാണ് നമ്മുടെ 2024 ജേണി നമ്മൾ തുടങ്ങാൻ പോകണം. 2023 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് നമ്മൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വരെ സഹായിച്ച് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഒരുമിച്ചുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ക്യാമറമാൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ആഘോഷത്തിന്. അപ്പോൾ വേറെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പല സൗകര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ മാത്രമല്ലല്ലോ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്, എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ നമ്മളെല്ലാവരും വീടുകളിൽ ആഘോഷിച്ചോട്ടെ. അപ്പോൾ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. നമ്മളിത് ചിക്കൻ ഗ്രില്ല് ചെയ്ത് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്, അതുപോലെ നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കി തരികയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ റെസിപ്പി എന്താ, ചിക്കൻ ഗ്രില്ല് അടിക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എടുത്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചിക്കൻ്റെ ലെഗ് പീസാണ്. അപ്പം നമുക്ക് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ വരഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതുപോലെ 2 പീസിൽ നമ്മൾ നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള മസാലയാണ്. അപ്പം മസാല എങ്ങനെ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മസാലയാണ് ആവശ്യമുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ചാട്ട് മസാല, ഉപ്പ്, നാരങ്ങ നീര്, അതുപോലെ തന്നെ തൈര്, പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ തക്കാളി, സവോള, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ കോഴിക്കുട്ടലിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും കൂടിക്കോ, നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമുക്ക് മസാല നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഗൈസ് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മുടെ സവോള, പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില, തക്കാളി, ഇതൊക്കെ നമ്മൾ അരച്ചെടുത്തതിൻ്റെ മിക്സ് നമ്മൾ ആദ്യം നമ്മൾ എടുത്തു. ഇതിലേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കാനുള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ കുറച്ച് ഗരം മസാലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി ചാട്ട് മസാലയും കൂടി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നാരങ്ങ നീര്. അത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നല്ല നാരങ്ങയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നീരെടുക്കാണ്ടെങ്കിൽ നമുക്കൊരു 1/2 നാരങ്ങ ചേർത്താൽ മതി. നമ്മൾ നമ്മുടെ തൈര്, വെള്ള തൈര്, കട്ട തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഗൈസ് നമുക്ക് ഇതിൻ്റെ അരപ്പ് മസാലയ്ക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഗൈസ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ 2 കോഴിക്കുട്ടിൻ്റെ കാലുകളിലേക്ക് നമുക്കിത് നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പം തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്കത് കുറച്ച് നേരം സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറോളം വെക്കണം. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം നമുക്ക് 12 മണി രാത്രി വരെ ഉണ്ടാവും. അപ്പോൾ അന്നേരത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കണേ. അപ്പോൾ ഇപ്പോൾ നമുക്കിത് ഗ്രില്ലടിക്കാം.
ഗ്രില്ലടിക്കാൻ വേണ്ടി നമ്മളെടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നെറ്റൊക്കെ നമ്മളെന്നാ ചെയ്യും, നമ്മൾ സാധാരണ എന്തെങ്കിലും കൂടിനടിക്കുന്ന നെറ്റോ ഇതിനിപ്പോൾ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നെറ്റാണ്. ഇത് 2 എണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം മേടിച്ച് നമ്മൾ കട്ട് ചെയ്ത് 2 ആക്കിയിട്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് 2 ആക്കി നമ്മൾ കമ്പി ഇട്ട് കെട്ടി വച്ചേക്കണെയാണ്. അപ്പോൾ ഇത് നമ്മുടെ കനൽ ഇപ്പം തീ ഇത്ര ആവശ്യമില്ല എങ്കിൽ പോലും നമുക്ക് കനലുണ്ട്, നന്നായിട്ട് കനലായിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറിൽ കൂടുതൽ കത്തിച്ച് നമ്മൾ കനലാക്കി എടുത്താണ്. അപ്പോൾ ഇച്ചിരി കൊണ്ട് ചിരട്ട കിടന്ന് കനലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ, ഇത് നമുക്ക് നമ്മുടെ തട്ടിന് വേണ്ടി നമ്മൾ വെക്കാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഗ്രില്ലടിക്കാൻ പോവാണ്. നമുക്ക് ഇതിന് മുന്നേ നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ പറയണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചാനൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹമാണ് നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി എന്തൊക്കെ റെസിപ്പീസ് വേണമെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഗ്രില്ലടിക്കാൻ നമ്മൾ പോവാണ്. ചിക്കൻ ഗ്രില്ലടിക്കാൻ പോവാണ്. അവൾ ചിക്കൻ ഗ്രില്ലടിക്കാൻ റെഡി ആക്കിക്കോ. അപ്പോൾ അതേ ഗൈസ്, നമ്മളിത് നമ്മുടെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാം തേച്ച് വെച്ച് നമ്മളിത് നമ്മുടെ ഗ്രില്ലിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ ആദ്യത്തെ പീസ് വെച്ചു. അങ്ങനെ നമ്മളിത് 2ാമത്തെ പീസ് വെച്ച് കൊടുത്തു. മറച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 2 സൈഡിലും ഉണ്ടല്ലോ ഇങ്ങനെ തേച്ചങ്ങ് പിടിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടി നമുക്ക് നമ്മുടെ ഗ്രില്ലടിച്ച ചിക്കൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് മറക്കാണ്ട് നമ്മൾ ബാക്കി വന്ന് നമ്മൾ കളയാണ്ട് നമ്മുടെ ചിക്കനിൽ നമ്മളിത് ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിത് നമ്മുടെ ചിക്കൻ ഗ്രില്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ലടിച്ച് നമ്മുടെ കനലൊക്കെ നമ്മൾ മാറ്റി കനലിൽ നിന്ന് നമ്മുടെ പ്ലേറ്റിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സെമി കുക്ക്ഡ് കുബൂസ് മേടിച്ച് നമ്മൾ വീണ്ടും കുക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തേക്കണെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തേക്കണ ഗ്രില്ലടിച്ചെടുത്തേക്കണ ചിക്കൻ. അപ്പോൾ വെന്തോന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. നല്ലതായിട്ട് വെന്തിട്ട് നല്ല പ്ലഫി അതുപോലെ തന്നെ ജ്യൂസിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് കഴിച്ചു നോക്കുവാണ്. അടിപൊളി സാധനം, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ന്യൂ ഇയർ റെസിപ്പി ഗ്രിൽഡ് ചിക്കൻ, കേരള ഗ്രിൽഡ് ചിക്കൻ, കേരള സ്റ്റൈൽ ഗ്രിൽഡ് ചിക്കൻ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും റെസിപ്പി കണ്ട് വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളിവിടെ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കുബൂസ് എടുത്ത് മയണൈസ് ഞങ്ങൾ കാണിച്ചു തരാം. മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കയറി കണ്ടോളൂ. അത് നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ചിക്കനും അതുപോലെ നമ്മുടെ മയണൈസും അതുപോലെ എല്ലാം എടുത്തിട്ട് നമ്മൾ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു സ്നേഹമാണ് ഗൈസ് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ ചാനലിൽ 450 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. നമ്മുടെ വേഗം 500 ആവണം, 1000 ആവണം, 10000 ആവണം, 100K ആവണം, 1 മില്യൺ ആവണം, 10 മില്യൺ ആവണം. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ചാനൽ കയറാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്, നിങ്ങൾ ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം നമ്മളിവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മത്താപ്പ് കത്തിക്കാൻ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.